സിദ്ദിഖ് കഥ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ഭാസ്കർ ഒരു റാസ്കൽ. ഇന്ത്യയിൽ എവിടെയൊക്കെ പ്ലുട്ടോണിയം ഖനികൾ ഉണ്ടെന്ന ശാസ്ത്രജ്ഞൻ ജസ്വന്ത് മൽഹോത്രയുടെ ഗവേഷണം പൂർത്തിയായി. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ത്യൻ പ്രസിഡന്റിന് കൈമാറുന്ന കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചറിയിക്കുന്നു. മുഖ്യമന്ത്രി കിഷോറിനെ വിളിച്ച് ഇക്കാര്യം പറയുന്നു. കിഷോർ ജസ്വന്ത് മൽഹോത്രയെ വധിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോട് പറയുന്നു. കിഷോർ സഞ്ജയെ ഫോണിൽ വിളിക്കുന്നു. അയാൾ ജസ്വന്ത് മൽഹോത്രയുടെ വീട്ടിൽ ഫംഗ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണത്രേ. മൽഹോത്രയുടെ വീടിന് പോലീസ് സുരക്ഷയുണ്ട്. എന്നാൽ അയാളുടെ മകൾ വന്ന് സഞ്ജയെയും അനുവിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നിമിഷങ്ങൾക്കകം ജസ്വന്ത് മൽഹോത്ര വെടിയേറ്റ് മരിക്കുന്നു. കൊലയാളി മൽഹോത്രയുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്കുമായി കടന്നു കളയുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ തന്റെ മകൻ ആകാശിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഭാസ്കർ. ഇതിനിടയിൽ ഭാസ്കറിന്റെ കൂട്ടാളി രാഖി വിളിക്കുന്നു. സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടം ഗുണ്ടകളെ രാഖി ഭാസ്കറിന്റെ അടുത്തേക്ക് ഓടിച്ചു കൊണ്ടുവരികയാണ്. ഗുണ്ടകൾ സ്കൂളിലെത്തിയതോടെ അടിപിടിയായി. എന്നാൽ ആകാശിന് തന്റെ അച്ഛൻ റൗഡി ആയതിൽ നാണക്കേടാണ്. കരാട്ടെ ക്ലാസ് കഴിയുന്നതുവരെ ഈ ഗെയിം കളിച്ചുകൊണ്ട് പുറത്തിരിക്കാൻ പറയുകയാണ് ആകാശ്. മകൻ പറഞ്ഞതുപോലെ ഭാസ്കർ ഗെയിം കളിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ശിവാനിയെ കൂട്ടാൻ അമ്മയും എത്തി. അമ്മയും വെയിറ്റിംഗ്. പക്ഷേ ഇരുന്നത് ആകാശിന്റെ അച്ഛൻ്റെ അടുത്ത്. ഇദ്ദേഹം ഗെയിം കളിയുടെ ത്രില്ലിലാണ്. അത് ശിവാനിയുടെ അമ്മയ്ക്ക് ശല്യമായി. ഇതിനിടയിൽ ശിവാനിയുടെ അമ്മയ്ക്ക് ഫോൺ വരുന്നുണ്ട്. ഭാസ്കർ അർണോൾഡിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നു. രണ്ടുപേരുടെയും ഫോൺ സെയിം ബ്രാൻഡാണ്. ഭാസ്കർ എടുത്തത് തന്റെ ഫോണാണെന്ന് തെറ്റിദ്ധരിച്ച അനു ഫോൺ തിരികെ ചോദിക്കുന്നു. താൻ ഫോൺ ചെയ്യുന്നത് അവർക്ക് ശല്യമായി എന്ന ധാരണയിൽ ഭാസ്കർ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു. തന്റെ ഫോണാണ് പൊട്ടിയത് എന്ന് കരുതി അനു അസ്വസ്ഥയാകുന്നു. പക്ഷേ ശിവാനി അമ്മയുടെ ഫോൺ കാണിച്ചു കൊടുക്കുന്നു. ഫോൺ പൊട്ടിച്ചയാളെ അനുവും ശിവാനിക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അത് തന്റെ കൂട്ടുകാരൻ ആകാശിന്റെ അച്ഛനാണെന്ന് പറയുകയാണ് ശിവാനി. ശിവാനി ആകാശിനെ വിളിക്കുന്നു. അച്ഛനെ പരിചയപ്പെടുത്തണം, അതാണ് ആവശ്യം. ഫുഡ് കോർട്ടിലേക്ക് വരാൻ പറയുന്നു. എന്തായാലും ഭാസ്കറിന്റെ പൊട്ടിയ ഫോണിന് പകരം പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറയുകയാണ് ശിവാനി. ബിസിനസ്സുകാരനായ അച്ഛനോടൊപ്പം ഭാസ്കർ. രംഗസ്വാമി നാട്ടിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. മുത്തച്ഛനും കൊച്ചുമോനും തമ്മിലും നല്ല ബന്ധമാണ്. കൊച്ചുമോൻ അച്ഛൻ്റെ കുറ്റം പറയുകയാണ്. അച്ഛന് പറ്റിയ അമളികളും അച്ഛനുണ്ടാക്കിയ അടിപിടി കാര്യമൊക്കെയാണ് പറയുന്നത്. ആകാശിന് ഒരു അവാർഡ് വാങ്ങാൻ പോണ്ടിച്ചേരി വരെ പോകണം. പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്രയിലാണ് ആകാശും അച്ഛനുമൊക്കെ. ശിവാനി വിളിച്ച് വിവരങ്ങൾ തിരക്കുന്നുണ്ട്. ദേവദാസ് ഡ്രൈവർ കൂടെയുണ്ടെങ്കിലും ഭാസ്കർ തന്നെയാണ് കാർ ഓടിക്കുന്നത്. പോണ്ടിച്ചേരി പോകുന്ന വഴിക്ക് അച്ഛന് ഒരു ഇടപാടുണ്ടത്രേ. ആ ഇടപാട് തുടങ്ങിയെന്ന് ആകാശ് ശിവാനിയോട് ഫോണിൽ പറയുന്നു. ഇപ്പോൾ തന്നെ വൈകി, ഇനി ഹെലികോപ്റ്റർ വിളിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഹെലികോപ്റ്റർ കാത്തു നിൽക്കുകയാണ് ആകാശ്. ദാ ഹെലികോപ്റ്ററുമായി അർണോൾഡ് എത്തി. പക്ഷേ ആ ഹെലികോപ്റ്റർ അല്ല. നമുക്കുള്ളത് എല്ലാ ട്രാഫിക് ബ്ലോക്കിനെയും മറികടക്കുന്ന ആംബുലൻസാണ്. മൃതദേഹവുമായി പോകുന്ന ആംബുലൻസാണ്. ആകാശ് അവാർഡ് വാങ്ങുന്ന ഫംഗ്ഷൻ ഈ സ്കൂളിലാണ്. പ്രോഗ്രാം ചീഫ് ഗസ്റ്റ് സിനിമാ താരം കല്യാണി. കല്യാണിയെ കാണാൻ തിക്കും തിരക്കും. നടി കല്യാണിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഭാസ്കറും കൂട്ടരും അവർ പോയതിൻ്റെ പിന്നാലെ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക്. കല്യാണിയെ മാധ്യമപ്രവർത്തകർ വളയുന്നു. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഒരാളുമായി പ്രണയത്തിലാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ? അതെ, ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലാണ്. അദ്ദേഹം എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് കല്യാണി മറുപടി പറയുന്നു. ഇത് പറഞ്ഞയുടൻ കല്യാണിയുടെ പിന്നാലെ വരുന്ന ഭാസ്കറിനെയാണ് മാധ്യമപ്രവർത്തകർ കണ്ടത്. കല്യാണി പറഞ്ഞ കാമുകൻ ഭാസ്കർ ആണെന്ന് തെറ്റിദ്ധരിച്ച അവർ കല്യാണിയുമായുള്ള ബന്ധം എപ്പോൾ തുടങ്ങിയതാണെന്ന് ഭാസ്കറിനോട് ഒരു ചോദ്യം. കല്യാണിയോ എന്ന് ചോദിക്കുന്ന ഭാസ്കറിനോട് ദേവദാസും റൊണാൾഡും കല്യാണി ബീറിന്റെ കാര്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എന്ന് ചെവിയിൽ പറയുന്നു. അതിനുള്ള മറുപടിയായി ഭാര്യ മരിച്ചതിന് ശേഷമുള്ള ബന്ധമാണ് എന്ന് ഭാസ്കർ പറയുന്നു. ദേവദാസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് കല്യാണിയും ഭാസ്കറും ആകാശും വേദിയിലേക്ക്. ആകാശിന് ശിവാനിയുടെ കോൾ വരുന്നു. കല്യാണി തന്റെ കാമുകന്റെ കാര്യം പറഞ്ഞതും ഭാസ്കർ കല്യാണി ബീറുമായുമുള്ള ബന്ധം പറഞ്ഞതും ചേർത്ത് മീഡിയ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. കല്യാണി വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ ഭാസ്കർ ആണെന്ന്. ഈ വാർത്ത ശിവാനിയും അനുവുമെല്ലാം കേൾക്കുന്നു. ആകാശിന്റെ മൊബൈലിൽ ഭാസ്കറും ഈ വാർത്ത കേട്ട് ഞെട്ടുന്നു. പിറ്റേന്ന് പത്രത്തിലും വാർത്ത. ഇത് കണ്ട അച്ഛൻ രംഗസ്വാമിയും ക്ഷുഭിതനാകുന്നു. ഇതിനിടയിൽ കല്യാണിയുടെ ഫോൺ വരുന്നു.
തൻ്റെ വിവാഹം മുടങ്ങുന്നതിലേക്ക് വരെ പ്രശ്നങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാം എന്ന് രംഗസ്വാമി കല്യാണിക്ക് ഉറപ്പു നൽകുന്നു. തെറ്റിദ്ധാരണകൾ മാറ്റാനും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനും വേണ്ടി കല്യാണിയുടെ വരൻ സിദ്ധാർത്ഥനെ കാണാൻ ഭാസ്കർ എത്തുന്നു. എന്നാൽ സിദ്ധാർത്ഥ് ഭാസ്കറിനെ കാണാൻ കൂട്ടാക്കാതെ തിരസ്കരിക്കുന്നു. ഇതിൽ കലിപൂണ്ട ഭാസ്കർ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നു. ഇതും പത്രക്കാർ വാർത്തയാക്കുന്നു. ഇതെല്ലാം രംഗസ്വാമിയും കൂട്ടരും ടിവിയിൽ കാണുന്നുണ്ട്. കല്യാണിയും ഭാസ്കറുമായി ബന്ധപ്പെട്ട വിവാദ വാർത്ത കുട്ടികൾക്കും രസമായി. ചില കുസൃതി കുട്ടികൾ പത്രവാർത്ത കാണിച്ച് ആകാശിനെ കളിയാക്കിയവരെ ശിവാനി ഇടിച്ചു വീഴ്ത്തി. ഇത് സ്കൂളിൽ പ്രശ്നമായി. കുട്ടികളുടെ പാരൻസ് എത്തി സമാധാന ചർച്ചയൊക്കെയായി. അങ്ങനെ ശിവാനി ഇടിച്ചത് വെറുതെയല്ല എന്ന് മനസ്സിലായി. ഭാസ്കർ ശിവാനിയെ പ്രതിക്കൂട്ടിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷിച്ചു. ഇതോടെ ശിവാനിക്ക് ഭാസ്കരനോടുള്ള സ്നേഹവും ഭാസ്കരന് ശിവാനിയോടുള്ള സ്നേഹവും കൂടി. ശിവാനി ഭാസ്കരനെ അച്ഛൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ശിവാനിയെപ്പോലൊരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭാസ്കർ ആഗ്രഹിക്കാൻ തുടങ്ങി. പിറ്റേന്ന് അമ്മയുമായി സ്കൈ വാക്ക് ഷോപ്പിംഗ് മാളിൽ വരാമെന്ന് ശിവാനി. ശരിയെന്ന് പറഞ്ഞ് ഭാസ്കർ പിരിഞ്ഞു. താൻ കാരണം എറിഞ്ഞു പൊട്ടിച്ച ഭാസ്കരന്റെ ഫോണിന് പകരം ഒരു പുതിയ ഫോൺ വാങ്ങുകയാണ്. ഇതിനിടയിൽ ചില വിരുദ്ധന്മാർ അനുവിന്റെ ദേഹത്ത് മുട്ടി. ഇതിനെ ശിവാനി ചോദ്യം ചെയ്യുന്നു. റെസ്റ്റോറന്റിൽ ഇരുന്ന അനുവിനെ ആ വിരുദ്ധൻ മനഃപൂർവ്വം വന്ന് തൊട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ശിവാനി മിൽക്ക് ഷേക്ക് എടുത്ത് അയാളുടെ മുഖത്തൊഴിക്കുന്നു. ഇതിൽ പ്രകോപിതനായ അയാൾ ശിവാനിയെ ഉപദ്രവിക്കുന്നു. സ്കൈവാക്കിൽ വരാം എന്ന് സമ്മതിച്ച ഭാസ്കർ ഇപ്പോൾ എത്തി ഗുണ്ടകളെ നേരിടുന്നു. ഈ പ്രശ്നം കഴിഞ്ഞ ഉടൻ മീഡിയ എത്തി. അത് ടിവിയിൽ വാർത്തയുമായി. ഇതിൽ അനു അസ്വസ്ഥയാകുന്നു. എന്നാൽ തങ്ങളെ ഉപദ്രവിച്ചവരോട് പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് ശിവാനി പറയുമ്പോൾ താൻ പ്രതികരിക്കാതിരുന്നതിൻ്റെ പിന്നിലെ കാരണം അനു ശിവാനിയോട് പറയുന്നു. ശിവാനിയുടെ ഈ പ്രതികരിക്കുന്ന പ്രകൃതം തന്നെയായിരുന്നു അത്രേ അനുവിനും. എന്തിനും ദേഷ്യപ്പെടുമായിരുന്നു. ആ ദേഷ്യം കാരണമാണത്രേ ശിവാനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടത്. കൊൽക്കത്തയിലായിരിക്കുമ്പോഴുള്ള ആ സംഭവം അനു ശിവാനിയോട് പറയുകയാണ്. അനുവും ശിവാനിയുടെ അച്ഛനും ഷോപ്പിംഗ് മാളിൽ പോയ സമയത്ത് ലിഫ്റ്റിൽ വച്ച് തൻ്റെ ദേഹത്ത് സ്പർശിച്ചവരോട് അനു പ്രതികരിച്ചപ്പോൾ ശിവാനിയുടെ അച്ഛൻ സഞ്ജയ് പ്രതികരിച്ചില്ല. എന്നാൽ അനു ആ അക്രമികളെ കൈകാര്യം ചെയ്യാനും പോലീസിൽ ഏൽപ്പിക്കാനും ശ്രമിക്കുമ്പോൾ സഞ്ജയ് അനുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൽ ക്ഷുഭിതയായ അനു സഞ്ജയോട് പരാതി പറയുന്നു. ഇങ്ങനെയുള്ള സഞ്ജയുടെ കൂടെ ജീവിക്കുമ്പോൾ താൻ എങ്ങനെ സുരക്ഷിതയായിരിക്കും? നിന്നോടുള്ള കോൺഫിഡൻസ് ഇന്നത്തോടെ പോയി എന്ന് പറഞ്ഞതോടെ സഞ്ജയ്ക്ക് വാശിയാകുന്നു. ഫ്ളാറ്റിനടുത്ത് അനുവിനെ ഇറക്കിയ സഞ്ജയ് കാർ തിരിച്ച് പാഞ്ഞു പോകുന്നു. സംശയം തോന്നിയ അനു ഒരു ടാക്സി വിളിച്ച് സഞ്ജയുടെ പിന്നാലെ പോകുന്നു. തിരക്കുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ കാറിന്റെ ബോണറ്റിലേക്ക് വീഴുന്നത് കണ്ട് അനു ഞെട്ടി. ഇറങ്ങി മുകളിലേക്ക് നോക്കിയ അനു വീണ്ടും ഞെട്ടുന്നു. സഞ്ജയ് അനുവിനെ ശല്യം ചെയ്തവരെ നേരിടുന്നു. ഉടൻ അവിടേക്ക് ഓടി എത്തുകയാണ് അനു. എല്ലാവരെയും കീഴ്പ്പെടുത്തി കാറിൽ കയറാൻ ഒരുങ്ങിയ സഞ്ജയുടെ പിന്നിൽ അയാൾ വെടിയുതിർക്കുന്നു. സഞ്ജയ് വെടിയേറ്റ് വീഴുന്നു. അനു മകൾ ശിവാനിയോട് ഇതുവരെ പറയാത്ത ആ കാര്യങ്ങൾ പറഞ്ഞു. ആകാശും ശിവാനിയും ശിവാനിയുടെ വീട്ടിൽ സീരിയസ് ചർച്ചയിലാണ്. ശിവാനിയുടെ അമ്മയെക്കൊണ്ട് ആകാശിന്റെ അച്ഛൻ ഭാസ്കരനെ വിവാഹം കഴിപ്പിക്കണം. അതാണ് ശിവാനിയുടെ പദ്ധതി. എന്നാൽ ആകാശ് അത് സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ശിവാനിക്ക് അച്ഛനെയും കിട്ടും, ആകാശിന് അമ്മയെയും കിട്ടും. ആകാശിന് ശിവാനിയുടെ അമ്മയെ ഇഷ്ടമാണ്. അവർ തൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്ന് ആകാശ് ആഗ്രഹിക്കുന്നുണ്ട്. ആകാശിൻ്റെ അമ്മ മരിച്ചുപോയതാണല്ലോ. ശിവാനിയുടെ അച്ഛനാകട്ടെ ശിവാനി ജനിക്കുന്നതിന് മുൻപേ മരിച്ചുപോയെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരുമില്ലെന്ന പേടിയുമുണ്ടത്രേ. എന്നാലും ശിവാനിയുടെ അമ്മയും ആകാശിൻ്റെ അച്ഛനും തമ്മിൽ സെറ്റാവില്ലെന്നാണ് ആകാശ് പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴേക്കും ഭാസ്കർ കാറുമായി പുറത്തെത്തി. ശിവാനി വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും ഷോപ്പിങ്ങിന് പോകാനുണ്ടെന്ന് പറഞ്ഞ് ആകാശ് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി. ശിവാനിയല്ല, അമ്മ വിളിച്ചാലാണ് നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത്, അതാണ് മാനേഴ്സ് എന്നാണ് ആകാശിൻ്റെ പക്ഷം. എന്നാൽ തനിക്ക് അത്ര ബോധമില്ലെന്നാണ് ഭാസ്കർ പറയുന്നത്. വീട്ടിൽ ശിവാനി ഒരു കുസൃതി ഒപ്പിക്കുകയാണ്. അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയുടെ വാട്സാപ്പിൽ നിന്ന് ഭാസ്കരന് ഒരു ഫോട്ടോ മെസ്സേജ് അയക്കുന്നു. ഇത് ആകാശിനെ വിളിച്ചു പറയുന്നു. എന്നാൽ അത് അച്ഛനറിയാതെ ഡിലീറ്റ് ചെയ്യാൻ വരികയാണ് ആകാശ്. എന്നാൽ അതിനു മുൻപ് ഭാസ്കർ ആ മെസ്സേജ് കണ്ടു. ഭാസ്കർ അച്ഛനോട് നുണ പറഞ്ഞ് രഹസ്യമായി
അതുകണ്ട് ഒരു സെൽഫി എടുത്ത് റിപ്ലൈയും കൊടുത്തു. ഇത് ആകാശ് കാണുന്നു. മെസ്സേജ് വന്നത് കണ്ട് അനു ശിവാനിയെ വിളിക്കുന്നു. അത് കണ്ട് ശിവാനി കുലുങ്ങുന്നില്ല. അമ്മ മെസ്സേജ് കണ്ട കാര്യമെല്ലാം ശിവാനി ആകാശിനോട് പറയുകയാണ്. ശിവാനിയുടെ അമ്മയ്ക്ക് ആകാശിന്റെ അച്ഛനെ ഇഷ്ടമല്ല, എന്നാൽ പതുക്കെ ഇഷ്ടമായിക്കൊള്ളും എന്നാണ് ശിവാനി പറയുന്നത്. അതിനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണവൾ. നാളെ മുതൽ ശിവാനിയുടെ അമ്മയുടെ കൂടെ ആകാശും ആകാശിന്റെ അച്ഛൻ്റെ കൂടെ ശിവാനിയും ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനി. പറഞ്ഞതുപോലെ കാര്യങ്ങൾ ക്രമീകരിച്ച് കുസൃതികൾ. അമ്മ ആകാശിന്റെ കൂടെയും ശിവാനി അച്ഛൻ്റെ കൂടെയും. അങ്ങനെ അവരുടെ ബന്ധം വളർന്നു. ആകാശിന് അമ്മയുടെ വക ചോക്ലേറ്റും. ആകാശ് അച്ഛനോട് അനുവിൻ്റെ നന്മകൾ പറയുകയാണ്. അനുവിന് തന്നെ ഇഷ്ടമല്ലെന്ന് ഭാസ്കരന് അറിയാം. എന്നാലും അനു ഭാസ്കരനെക്കുറിച്ച് എന്തോ പറഞ്ഞതായി ആകാശ് പറഞ്ഞു. അത് എന്താണെന്നറിയാൻ രാത്രി മുഴുവൻ ആകാശിന്റെ പിന്നാലെ നടന്നു. എന്നാൽ ആകാശ് പറഞ്ഞില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും അച്ഛനും അമ്മയും തമ്മിൽ അടുക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും ചെയ്യണം. പുതിയ ഐഡിയ കിട്ടി. ശിവാനിയുടെ പിറന്നാൾ വരികയാണ്. അതിന് ഭാസ്കരനെയും ആകാശിനെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ അമ്മയോട് പറയുകയാണ് ശിവാനി. അങ്ങനെ ശിവാനിയുടെ വീട്ടിലേക്ക് പോകാൻ ആകാശും റെഡി. ഭാസ്കരന്റെ പുതിയ ലുക്ക് കണ്ട് ആകാശ് ഞെട്ടി. കുറച്ച് നാണത്തോടെ അനു ഭാസ്കരനെ സ്വാഗതം ചെയ്തു. ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അനുവിന് ഭാസ്കരനോട് ഇഷ്ടമാണ്, ഭാസ്കരന് അനുവിനോടും. ആകാശ് ശിവാനിക്ക് പിറന്നാൾ സമ്മാനം കൈമാറി വിശേഷങ്ങൾ പങ്കുവച്ചു. കേക്ക് മുറിച്ച് ശിവാനിക്ക് ആശംസ അറിയിച്ചു. ഇതിനിടയിൽ കോളിംഗ് ബെല്ലടിച്ചു. വേറെ ആരെയും ക്ഷണിച്ചിട്ടില്ല. പിന്നെ ആരായിരിക്കും? ശിവാനി തന്നെ പോയി വാതിൽ തുറന്നു. നോക്കിയപ്പോൾ ശിവാനിക്ക് പരിചയമില്ലാത്ത ഒരാൾ പിറന്നാൾ സമ്മാനവുമായി വന്നിരിക്കുന്നു. അനു നടുങ്ങുന്നു. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ശിവാനിയുടെ അച്ഛനാണ്, അനുവിൻ്റെ ഹസ്ബൻഡ്. സ്കൈവാക്കിലുണ്ടായ സംഭവം ടിവിയിൽ വന്നപ്പോഴാണ് സഞ്ജയ് അനു നാട്ടിലുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ തേടി വന്നതാണ് സഞ്ജയ്. സഞ്ജയ് മരിച്ചെന്നാണ് അനു കരുതിയിരുന്നത്. പണ്ട് പറഞ്ഞതുപോലെ ഇനി വിവാഹം രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് സഞ്ജയ് പോകുന്നു. പഴയ ആ സംഭവങ്ങൾ അനു വീണ്ടും ഓർത്തെടുക്കുന്നു. വെടിയേറ്റ് വീണ സഞ്ജയെ അനു ഹോസ്പിറ്റലിലെത്തിച്ചു. ജസ്വന്ത് മൽഹോത്രയുടെ മകൾ നീനു സഹായത്തിനായി ഹോസ്പിറ്റലിൽ എത്തി. പെട്ടെന്ന് സഞ്ജയെ സിമാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായി അറിയുന്നു. എന്നാൽ ഈ ICU ആംബുലൻസിൽ അനുവിനെ കയറ്റുന്നില്ല. കാറിൽ സിമാർ ഹോസ്പിറ്റലിലെത്തിയ അനുവിനോട് സഞ്ജയ് എന്ന പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. തിരിച്ചു വന്ന അവർ റിയാസ് അഹമ്മദ് IPSനെ കാണുന്നു. അദ്ദേഹം ചോദിച്ചതനുസരിച്ച് സഞ്ജയും അനുവും ലിവിംഗ് ടുഗദർ ആണെന്നും അനു ഗർഭിണിയാണെന്നും അറിയുന്നു. അനുവിൻ്റെ മാതാപിതാക്കൾ കാനഡയിലാണ്. എന്നാൽ സഞ്ജയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരം പോലീസ് ഓഫീസ് പറഞ്ഞാണ് അനു അറിയുന്നത്. മൽഹോത്രയുടെ മകളെ പുറത്തിരുത്തിയ ശേഷം ഓഫീസർ വിവരങ്ങൾ പറയുന്നു. സഞ്ജയ് ഷാർപ്പ് ഷൂട്ടർ ആയ ക്രിമിനൽ ആണെന്നും ജസ്വന്ത് മൽഹോത്രയെ കൊന്നതാണെന്നുമൊക്കെ. കൂടാതെ ഇന്ത്യയിലെ പ്ലൂട്ടോണിയം മൈൻസ് കണ്ടുപിടിച്ച മൽഹോത്രയുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ തട്ടിയെടുക്കാൻ ചില വിദേശികൾ ഇന്ത്യയിലെ ക്രിമിനൽസിനെ ഉപയോഗിച്ചു. ആ ക്രിമിനൽ സംഘത്തിലെ ഒരാളാണത്രേ സഞ്ജയ്. മൽഹോത്രയുടെ വീട്ടിൽ നുഴഞ്ഞു കയറാനാണ് അദ്ദേഹത്തിന്റെ മകളുടെ ഫ്രണ്ടായ അനുവിനെ അയാൾ കൂട്ടുപിടിച്ചത്. അന്ന് അനുവും സഞ്ജയും പോയ ഫംഗ്ഷന്റെ സമയത്താണ് മൽഹോത്ര കൊല്ലപ്പെട്ടത്. അന്നു മുതൽ സഞ്ജയെ പോലീസ് ട്രേസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ റിയാസ് മുഹമ്മദ് IPS പറഞ്ഞതനുസരിച്ച് അനു കൊൽക്കത്ത വിട്ട് കേരളത്തിലേക്ക് പോന്നു. ഈ കാര്യങ്ങളെല്ലാം അനു ഇപ്പോൾ ഓർത്തെടുത്തു. ഭാസ്കറുമായി വിവാഹം നടത്താൻ ഭാസ്കറിന്റെ അച്ഛൻ അനുവിനോട് പറയുകയാണ്. എന്നാൽ സഞ്ജയ് വന്നതോടെ ആശയക്കുഴപ്പത്തിലായ അനു അച്ഛൻ പറഞ്ഞത് നിഷേധിച്ചു. എന്നാൽ ഭാസ്കറുമായുള്ള സംസാരത്തിൽ അനുവിൻ്റെ ഇഷ്ടം പ്രകടമാകുന്നുണ്ട്. അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ച ദിവസം സഞ്ജയ് വന്ന് അനുവിനെ ഭീഷണിപ്പെടുത്തി. രജിസ്റ്റർ ഓഫീസിലെത്തിയ രംഗസ്വാമിയെ അനു വിളിച്ചു പറയുന്നു, ഈ കല്യാണം നടക്കില്ല, വരാൻ പറ്റില്ല എന്ന്. എന്നാൽ രജിസ്ട്രാറുമായി വീട്ടിലേക്ക് പോകാമെന്ന് ഭാസ്കർ. അങ്ങനെ ബലം പ്രയോഗിച്ച് രജിസ്ട്രാറെ അനുവിൻ്റെ വീട്ടിലെത്തിക്കുന്നു. അവിടുന്നും അനു പറയുന്നു, ഈ കല്യാണം വേണ്ട എന്ന്. ഇവിടെ ഭാസ്കറും സഞ്ജയുമായി ചെറിയ സംഘർഷമുണ്ടാകുന്നു. അങ്ങനെ കല്യാണം മുടങ്ങുന്നു. സങ്കടത്തിലായിരിക്കുന്ന ശിവാനിയോടും ആകാശിനോടും ഒരു നുണ പറയുന്നു. അനുവും ശിവാനിയും ആദ്യം കാനഡയിലേക്ക് പോകുന്നു, പിന്നെ തിരിച്ചു വന്ന് കല്യാണം നടത്താമെന്ന്.
ഇതിനിടയിൽ പാർക്കിൽ വെച്ച് ശിവാനിയെ കാണാതാകുന്നു. അന്വേഷിച്ചു ചെല്ലുമ്പോൾ ശിവാനി കഥയിലെ വില്ലനായ കിഷോറിന്റെ മടിയിൽ. ഇത് കണ്ടുവന്ന സഞ്ജയും ഞെട്ടി. ഉടൻ ഭാസ്കർ വന്ന് ശിവാനിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ ഭാസ്കറിനെ തീർക്കാൻ കിഷോറിന്റെ കൊട്ടേഷൻ. പക്ഷേ ഭാസ്കർ വീണില്ല. കിഷോർ തന്ത്രപൂർവം അനുവിനെ കൽക്കട്ടയിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. പണ്ട് സഞ്ജയ് കൊടുത്ത ഒരു ബോക്സ് അനു ലോക്കറിൽ വച്ചിരുന്നു. അതിപ്പോൾ കിഷോർ ആവശ്യപ്പെടുകയാണ്. മൽഹോത്രയുടെ കയ്യിലുണ്ടായിരുന്ന പ്ലൂട്ടോണിയം മൈൻസിന്റെ ഡാറ്റയാണ് ആ ബോക്സിൽ ഉള്ളത്. അങ്ങനെ അനുവും ശിവാനിയും സഞ്ജയ്ക്കൊപ്പം കൽക്കട്ടയിലേക്ക്. പക്ഷേ ഭാസ്കറും ആകാശുമില്ലാതെ ശിവാനി പോകില്ലെന്ന്. അങ്ങനെ ഭാസ്കറും ആകാശും കൊൽക്കത്തയിലേക്ക്. ശിവാനി ലോക്കറിൽ നിന്ന് ബോക്സ് എടുത്ത് പുറത്തു വരുമ്പോൾ ആകാശിനെയും ശിവാനിയെയും കാണാനില്ല. കിഷോറിന്റെ ആളത്തെ തോക്കു ചൂണ്ടി ഹാർഡ് ഡിസ്കുമായി ചെല്ലാൻ പറയുന്നു. ബോക്സ് കൈമാറാൻ പറയുകയാണ് കിഷോർ. ആകാശും ശിവാനിയും കിഷോറിന്റെ കസ്റ്റഡിയിലാണ്. അവർ ഓടിവരുന്നു. സഞ്ജയ് ബോക്സ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതോടെ സംഘർഷം ആരംഭിക്കുന്നു. ഇവിടെ ഭാസ്കറും എത്തുന്നു. സംഘട്ടനത്തിൽ കിഷോറും സഞ്ജയും കൊല്ലപ്പെടുന്നു. ആകാശും ശിവാനിയും ആഗ്രഹിച്ചതുപോലെ ഭാസ്കറും അനുവും ഒന്നായി. പക്ഷേ ആകാശന് പഴയ റൗഡി അച്ഛനെയാണ് ഇഷ്ടമെന്ന്. അർണോൾഡും ദേവദാസും റാക്കിയുമെല്ലാം എത്തി. അങ്ങനെ ഭാസ്കർ വീണ്ടും റാസ്കലായി. ഭാസ്കർ ഒരു റാസ്കലാണ്, ഭാസ്കർ ഒരു റാസ്കലാണ്.